നമ്മൾ ചന്തു ചതിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ചന്തു മാത്രമല്ല, ചില സമയങ്ങളിൽ ചക്കയും ചതിക്കുമെന്നാണ് പന്തളത്തെ KSRTC ഡ്രൈവർമാർ പറയുന്നത്. പുലർച്ചെ ഡ്യൂട്ടിക്കെത്തിയ ഡ്രൈവർമാരെ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനായി ഉദ്യോഗസ്ഥർ ബ്രെത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചപ്പോഴാണ് പണി പാളിയത്. ഇവരുടെ ശ്വാസത്തിൽ മദ്യത്തിന്റെ ഗന്ധമുണ്ടെന്നാണ് ബ്രെത്ത് അനലൈസർ കണ്ടെത്തിയത്. ബാക്കി കഥ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ നോക്കാം. പന്തളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തുന്നവരെ തടയുന്നതിനുള്ള ബ്രീത്ത് അനലൈസർ പരിശോധനയ്ക്കിടെയാണ് പ്രശ്നങ്ങൾ തെളിഞ്ഞത്. ഡ്യൂട്ടിയിലുള്ള 3 ഡ്രൈവർമാരെ ഊതിച്ചപ്പോൾ ബ്രീത്ത് അനലൈസറിൽ മദ്യപിച്ചതായി കണ്ടെത്തി. എന്നാൽ അവർ മദ്യപിച്ചിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞു. വേണമെങ്കിൽ രക്തം പരിശോധിക്കാമെന്ന് കൂടി ഉറപ്പു പറഞ്ഞതോടെ ഊതിച്ചവരും പെട്ടു. കൊട്ടാരക്കരയിൽ നിന്നുള്ള ഡ്രൈവർ കൊണ്ടുവന്ന തേൻവരിക്ക 4 ചുള തങ്ങൾ കഴിച്ചുവെന്നും ചക്കയാണ് തങ്ങളെ ചതിച്ചതെന്നുമാണ് ഇവരുടെ വാദം. വേണമെങ്കിൽ ചക്ക ബ്രീത്ത് അനലൈസറിനെയും പറ്റിക്കുമെന്ന് ഡ്രൈവർമാർ പറഞ്ഞതോടെ പ്രശ്നം സങ്കീർണമായി. ഒടുവിൽ പരീക്ഷണ നിരീക്ഷണ നിഗമന ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ശ്വാസത്തിൽ മദ്യഗന്ധമില്ലാത്ത മറ്റൊരു ഡ്രൈവർക്ക് കൂടി 4 വരിക്കച്ചക്ക ചുളകൾ നൽകി. ശേഷം ഊതിച്ചു. ശാസ്ത്രം തോറ്റു. ചക്ക ജയിച്ചു. ആ ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ടെന്ന ബ്രീത്ത് അനലൈസർ കണ്ടെത്തിയതോടെ സർവരും നിരപരാധികളായി. വരിക്കച്ചക്ക 1-ാം തരം വില്ലനും. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. അന്നേരം ഇപ്പം ചക്കപ്പഴം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം പോലീസ് നമ്മളെ ഉദിക്കാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെറ്റിയൊക്കെ വരുമല്ലോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. അന്നേരം അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പൊളിച്ചാൽ അതിൽ ലഹരിയുടെ അംശമുണ്ടാകും. ഫ്രാക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങളാണ് പഴങ്ങൾ പൊളിക്കാൻ സഹായകരമാകുന്നത്. ഇതാകട്ടെ ചക്കപ്പഴത്തിൽ ധാരാളമുണ്ട് താനും. എന്നാൽ ഈ അവസ്ഥയിൽ ചക്കപ്പഴം കഴിക്കുക എന്നത് പ്രയാസകരമാകുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. അങ്ങനെയെങ്കിൽ ഇവിടെ ആരായിരിക്കും വില്ലൻ? ആർക്കറിയാം? CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ചക്ക ചതിച്ചൊരു ചതിയെ പാവ ഉദ്യോഗസ്ഥരല്ലേ? CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, പാവം ഉദ്യോഗസ്ഥർ, സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല, കൃത്യസമയത്ത് ജോലിക്ക് എത്തി. പക്ഷേ ബ്രീത്ത് അനലൈസറിലാകട്ടെ കാണിച്ചത് മദ്യപിച്ചിട്ടുണ്ടെന്നും. അവർ നിരപരാധികളാണ്. നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇനിയിപ്പോൾ കൂടി നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന മദ്യപരൊക്കെ താൽക്കാലിക ആശ്വാസം വേണം. ചക്കയുടെ പിന്നാലെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണേണ്ടി വരുമോ? ചക്കപ്പഴം കഴിച്ചവർ മാത്രമല്ല, തലേദിവസം ജോലി കഴിഞ്ഞ് 2 അടിച്ച് വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ വന്ന മറ്റു ചിലർക്കും സമാനമായ രീതിയിലുള്ള പണി പലയിടങ്ങളിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. എന്നാൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അതിരാവിലെ അല്പം ഭക്ഷണം കഴിച്ച് എത്തിയ ചിലർ ടെസ്റ്റിൽ OK അടിച്ച് ജോലിയിൽ പ്രവേശിച്ചതായും അറിയാൻ കഴിയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പറയുന്നത് മെഷീനിൽ വിശ്വാസയോഗ്യമായ വസ്തുതകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റിലെ ഫലം യാഥാർത്ഥ്യമാണ്, അത് കള്ളം പറയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ചക്കയെ അവിശ്വാസത്തോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകൾ കോർപ്പറേഷനിലുണ്ട്. പന്തളത്തേത് തീർത്തും കൗതുകകരമായ സംഭവമാണ്. അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനകൾ തന്നെ വേണ്ടിവരും. എന്തായാലും ഇപ്പോൾ ജീവനക്കാരെ പരിപൂർണമായി വിശ്വാസത്തിലെടുത്ത് കോർപ്പറേഷൻ താൽക്കാലികമായി ജീവനക്കാരെ പരിപൂർണമായി വിശ്വസിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഡീറ്റെയിൽ ആയി ഒന്നുകൂടി പരിശോധിച്ചറിയേണ്ടിയിരിക്കുന്നു. ചക്കയെ അങ്ങനെ പഴിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഒന്നുകൂടി നോക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ശരിക്ക് ഇനിയിപ്പോൾ മദ്യപന്മാരൊക്കെ ചക്കയുടെ പിന്നാലെ പോയാലും പ്രശ്നമൊന്നുമില്ല. ചക്ക നമ്മുടെ പ്രിയപ്പെട്ട ഒരു പഴമല്ലേ, ചക്ക കഴിക്കാം. പക്ഷെ ചക്കയുടെ സീസണൊക്കെ ഏതാണ്ട് ഇങ്ങനെ അവസാനിക്കാറായിരിക്കുന്ന ഒരു സമയത്താണ് ചക്കയ്ക്ക് ഈ ചീത്തപ്പേര് കിട്ടുന്നത്. പാവം ചക്ക എന്ത് വിളിച്ചു.